ഇവളുടെ വായിലെന്താ പാല്? അതൊന്നുമില്ല ഏട്ടാ. ഇവക്ക് വിശക്കുന്നു പറഞ്ഞപ്പോ കുറച്ച് ആട്ടുംപാല് കറന്നു കൊടുത്തതാ. നിനക്കിതൊക്കെ ഒരു തമാശ. ഇറങ്ങണ താഴോട്ട്. ഓ ചേട്ടൻ ചൂടാന്ന് തുടങ്ങി വേറെ ഇറങ്ങിയോ. മര്യാദക്ക് നാട്ടിൽ എത്തായിരുന്നു. നീ വിശക്കുന്നെന്നും പറഞ്ഞ് അലറിയത് കൊണ്ടാ പാതി വഴിയിൽ അവരെ ഇറക്കി വിട്ടിട്ട് പോയി. വിഷമിക്കണ്ട വെക്കോൾ വണ്ടി. ഇനി എന്താ അടുത്ത ലോറി വരുമ്പോ കയറി പോകാനാണ്? അതൊന്നുമല്ല, നമ്മൾ അടുത്തെത്തിയല്ലോ. അത് കണ്ടോ, ആ ചെറിയ മല, അത് കേറി ഇറങ്ങിയ നമ്മൾ കോടിനാട്. ഈ മല കേറി ഇറങ്ങണം അല്ലേ? മോളുടെ പേരെന്താ? സതിലീലാവതി? അല്ല വെക്കോൾ വണ്ടി, എന്റെ പേര് രാധ. നിങ്ങളോട് എത്ര പ്രാവശ്യം പറഞ്ഞു ഞാൻ അവനെ നന്നായി ശ്രദ്ധിച്ചോണം, അവനെ പുറത്ത് വിടരുതെന്ന്. എന്നിട്ട് രണ്ടും കൂടി ചെയ്തു വച്ചേക്കുന്നുണ്ടോ? ഇപ്പോഴും താമസിച്ചിട്ടില്ല മുതലാളി. പയ്യന്റെ ഫോട്ടോ ടിവിയിലും പേപ്പറിലും ഒക്കെ ഇട്ട് ഇവന്റെ വിവരം നൽകുന്നവർക്ക് തക്ക സമ്മാനം നൽകുന്നതാണ്. അങ്ങനെ ചെയ്താലെന്താ? തനിക്ക് വിവരമുണ്ടോ? അവൻ എന്റെ മോനാണെന്നറിഞ്ഞ അവനെ കൊന്നുകളയില്ല അവന്മാര്. നീയല്ലേ അവനെ തുറന്നുവിട്ടെ. അതുകൊണ്ട് നീ തന്നെ അവനെ തേടി പിടിച്ച് ഇവിടെ കൊണ്ടുവരണം. അതുപോലെ നിനക്ക് ഈ വീട്ടില് ജോലിയില്ല, ഭക്ഷണമില്ല. ജോലി ഇല്ലെങ്കിൽ ചോറ് തരണം മുതലാളി. ചോറ് മാത്രം മതി. ഓ നീയല്ലേ പറഞ്ഞേ ഈ മല കേറി ഇറങ്ങിയ നിന്റെ ഗ്രാമമാണെന്ന്? ഞാൻ അതും വിശ്വസിച്ച് നടക്കുക. കണ്ണെത്താ ദൂരം വരെ കാടുമലയും മാത്രമുള്ളല്ലോ. നിന്റെ ഈ ഗ്രാമം എവിടെയാ? എന്തിനാ ഇങ്ങനെ കുട്ടികളെ പോലെ ചോദിച്ചോണ്ട് വരുന്നേ? ഈ ആറ് കടന്ന് അപ്പുറത്ത് ചെന്ന കോടിനാട് എത്തും. മിണ്ടാതെ വാ, ഇറങ്ങിക്കോ. നാടെത്തുന്നത് വരെ ഇനി എത്ര ആറും പുഴയും കടക്കണോ എന്തോ. എന്റെ അമ്മോ, ദൈവത്തിനറിയാം. അയ്യോ, ഇറങ്ങിയ പാവാട നനയല്ലോ, എന്ത് ചെയ്യും? പാവാട നനഞ്ഞാ നമുക്ക് പിഴിഞ്ഞ് വിരിച്ചിടാം. നീ ഇറങ്ങിക്കോ. ആ നിനക്കെന്താ, നനഞ്ഞാ നീ പാന്റ് ഒരു തോളിലിട്ട് നല്ല അന്തസ്സരി നടന്നു പോവല്ലോ. പക്ഷെ എന്നെ കൊണ്ട് അങ്ങനെ പറ്റില്ലല്ലോ. ആ ഇത് കൊള്ളാലോ. പാവാട നനയും ചെയ്യരുത്, പുഴ കടക്കണമെന്ന് പറഞ്ഞാൽ എങ്ങനെയാ? ഇങ്ങനെ ഇനി ഇറങ്ങിക്കോ, എന്റെ പാവാട നനയില്ല. പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. നീ കുറച്ചുകൂടെ ഒന്ന് ശ്രദ്ധിക്കുന്നത് നല്ലതാ. എന്തില്? തിന്നുന്ന കാര്യത്തില്. കൈ കിട്ടുന്നതെല്ലാം വലിച്ചു കയറ്റി കാറ്റടിച്ച ബലൂൺ പോലെ ആയി. ഇപ്പൊ കഷ്ടപ്പെടുന്ന ആരാ? ഓഹോ, 4-5 പെറ്റ് കഴിയുമ്പോ ശരീരം മുഴുവൻ മെലിയൂന്ന് എന്റെ ചിറ്റമ്മ എന്നോട് പറഞ്ഞു തന്നിട്ടുള്ളത്. അതുവരെ കെട്ടുകയും ജീവനോടെ ഇരുന്നാലല്ലേ? പോയിക്കോൾ വണ്ടി. എന്താണ് കോടനാടിന് പെട്ടെന്നൊരു ആനന്ദം? വൈക്കോൽ വണ്ടി, ആ മീനിനെ ഒന്ന് പിടിച്ചേരോ? എന്തിനാ? പിന്നെയും തിന്നാൻ വേണ്ടിയാ? അതേ വൈക്കോൽ വണ്ടി, അതിനെ പിടിച്ച് മസാല തേച്ച് വറുത്ത് കഴിച്ചാലുണ്ടല്ലോ എന്ത് രുചിയാണെന്നറിയോ? ഞാനെന്താ മുക്കുവനാ വല എറിഞ്ഞ് മീൻ പിടിക്കാൻ? അതിനെ എങ്ങനെ പിടിക്കാനാ? അത്രയല്ലേ ഉള്ളൂ. വലയല്ലേ വേണ്ടത്? പിടിക്ക്. പിടിക്ക്. ഇതെന്തിനാ? ശരിക്ക് പിടിക്ക്. അങ്ങനെ തന്നെ. ഇട്. ഹൈലസ. എന്താ വൈക്കോൽ വണ്ടി ഇത് പാട്ട് പാടാത്തെ? ഏത് പാട്ട്? പ്രമദവനോ? അല്ലല്ല, ഹൈലസ എന്ന് പാടണം. അയ്യോ, ഒന്നും കിട്ടിയില്ലല്ലോ. ഒരിക്കൽ കൂടി നോക്കാം. ഇപ്രാവശ്യം തീർച്ചയായിട്ടും മീൻ കിട്ടും. മീൻ വേണോന്ന് പറഞ്ഞു, പിടിച്ചു തന്നു. ഇങ്ങനെ ഏതോ ഒരുത്തന്റെ വീട്ടിലിരുന്ന് ഇങ്ങനെ പാചകം ചെയ്യുന്നുണ്ടല്ലോ. വീടിന്റെ ഉടമസ്ഥൻ വന്ന എന്ത് ചെയ്യും? വന്നാലെന്താ, അയാൾക്ക് ഒരു പൊരിച്ച മീന് കൊടുക്കും. കഴിച്ചിട്ട് പൊയ്ക്കോട്ടെ. അതൊക്കെ പോട്ടെ, മീനിന്റെ മണം എങ്ങനെയുണ്ടെന്ന് പറ. സൂപ്പർ ആയിട്ടുണ്ട്. ഞാൻ ലണ്ടനിൽ നിന്ന് എത്രയോ 5 സ്റ്റാർ ഹോട്ടലിൽ നിന്ന് കഴിച്ചിരിക്കുന്നു. പക്ഷെ ഇങ്ങനെ ഒരു ഫിഷ് ഫ്രൈ ഞാൻ കണ്ടിട്ടേ ഇല്ല. വാ 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 വാ, കൊണ്ടോ. കഴിക്കാമോ? പിന്നെ നീ എന്തീ കാണിച്ച്? ഏമ്പൊക്കെ വിട്ടത് അതിനെന്താ? ആന ചിഹ്നം വിളിക്കാന്ന് വിചാരിച്ചേ. വെറുതെ. അതെ, 1 2 3 4 5. ഇതാണോ 5? 5. ഒരു ഫോർമാലിറ്റിക്ക് വേണ്ടിയെങ്കിലും ഇതിന്ന് ഒരെണ്ണം എനിക്ക് തരാമായിരുന്നില്ലേ? അയ്യോ, അപ്പൊ നീ കഴിച്ചില്ലേ വെക്കോൾ വണ്ടി? നീ എന്തെങ്കിലും തന്നാലല്ലേ കഴിക്കാൻ പറ്റൂ. അത് പിന്നെ എനിക്ക് വിശപ്പ് വന്നാ എല്ലാം ഞാൻ മറന്നു പോവും.
ഈ ഒരു പ്രാവശ്യത്തേക്ക് എന്നോട് ക്ഷമിക്ക്. ഞാൻ പറയുന്നോണ്ട് നിനക്കൊന്നും തോന്നരുത്. ഉം. നീ കുറച്ച് ലിമിറ്റ് വെക്കുന്നത് നല്ലതാ. എന്താ നീ ഇത് എപ്പ നോക്കിയാലേ ലിമിറ്റ് കിമിറ്റ് എന്നൊക്കെ? അതൊന്നും എനിക്കറിയില്ല. ഞാനിപ്പോ വയറ് നിറയെ ഫുള്ളായിട്ട് കഴിച്ചിട്ടുണ്ട്. എഴുന്നേക്ക് വാ പോവാം. ഉം. ആ, അയ്യോ ഇരുട്ടായി തുടങ്ങിയല്ലോ. ഇരുട്ടിയാലെന്താ, നീ ഇങ്ങോട്ട് വാ. ഇരുട്ടായാൽ എന്താന്നോ? ഇനി നമ്മൾ പോവേണ്ടത് കാട് വഴിയാ. കഴിഞ്ഞ മാസം വിറക് ശേഖരിക്കാൻ പോയ 2 സ്ത്രീകളെ ആന ചവിട്ടി കൊന്നു. ഓ, കാട്ടാന ചവിട്ടിയാ ഒഴുക്കാൻ അസ്ഥി പോലും കിട്ടില്ല, അറിയോ? പിന്നിപ്പോ എന്ത് ചെയ്യാനാ? നമുക്ക് ഈ കുടിലിൽ തന്നെ കിടന്ന് ഉറങ്ങിയിട്ട് നാളെ രാവിലെ പോവാം. വാ. ഈ വൈക്കൽ വണ്ടിക്ക് ഒന്നും അറിയില്ല. ഒരു വഴിയും കാണുന്നില്ലല്ലോ ആ ചെറുക്കനെ കണ്ടുപിടിച്ച് കൂട്ടിക്കൊണ്ട് പോകാൻ. കണ്ടുപിടിക്കാം. സാർ, ഇയാളെ കണ്ടിട്ടുണ്ടോ സാർ? ഒന്നുറക്കെ പറയൂ. ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടിട്ടുണ്ടോ? ഒന്നുകൂടെ ഉറക്കെ പറ. ഈ ഫോട്ടോയിലുള്ള ആളെ കണ്ടിട്ടുണ്ടോ? മുണ്ട് മാത്രം അനക്കിട്ട് കാര്യമില്ല, ഉറച്ചു പറഞ്ഞാലേ കേൾക്കാൻ പറ്റൂ. ഊമേ നിന്നെ അയ്യോ, മാറിപ്പോയി. ആരെടാ നീ? എന്തിനാ അവൻ അടിക്കുന്നേ? അല്ലടോ, ഞാൻ തൊണ്ടകീറി വിളിച്ചിട്ടും ചെവിയിൽ ഈ ഉരുക്ക് ഒഴിച്ചവനെ പോലെ എന്നെ ഊമെന്ന് വിളിക്കുന്നടോ. അവനൊരു ചെവി നേരെ കേട്ടൂടാ. ഒരു ചെവിക്ക് ഇങ്ങനെയാ. അതെ. പോടാ, ശരിയാക്കി തരാം ഞാൻ. അതെ, ഈ ഫോട്ടോയിലുള്ള പയ്യനെ കണ്ടിട്ടുണ്ടോ? ആഹാ, എന്റെ വണ്ടിയിൽ ഓസിന് യാത്ര ചെയ്ത പയ്യൻ. അപ്പൊ നിങ്ങൾക്ക് അറിയാമോ? അറിയോന്ന്? ആ. കൂടെ ഒരു പെൺകുട്ടി കൂടെ ഉണ്ടായിരുന്നു. പെൺകുട്ടിയാ? എവിടെ ഇറക്കി വിട്ട്? പെരുമ്പാവൂര് പോകുന്ന വഴിക്കാണ് ഇറക്കി വിട്ടത്. പെരുമ്പാവൂര് പോകുന്ന വഴിയാ? ഇടോ, എന്നെ നിങ്ങളുടെ വണ്ടി കയറ്റി അതേ സ്ഥലത്ത് ഇറക്കി വിടോ? തീർച്ചയായിട്ടും കൊണ്ടുവിടാം. ആ. പക്ഷെ കുറച്ച് ആടുകളൊക്കെ ഏറ്റമുണ്ട്. ആ. അത് കഴിഞ്ഞ് കൊണ്ടുപോവാം. ആയിക്കോട്ടെ. എന്റെ പൊന്നമ്മച്ചിയെ, ഞാൻ ആഗ്രഹിച്ചൊരു ലോട്ടറി വാങ്ങിയതാണ്. ആ കഴുതെടുത്ത് അത് വിഴുങ്ങി. എന്റെ ഭാവി ആകെ നശിച്ചല്ലോ. അയ്യോ അയ്യോ, ഞാൻ എങ്ങനെ അച്ഛാ, സഹിക്കും? നമ്മുടെ വീടിന്റെ കഥവ് തുറന്നു കിടക്കുന്നല്ലോ. എന്റെ ദൈവമേ. ഒരു തലയും 4 കാലും. അച്ഛാ, ഉം. 2 കാലില് കുലിസുണ്ട്. ആണും പെണ്ണും ചേർന്ന അർദ്ധനാരീശ്വരനും. ഇതൊന്നും നീ നോക്കണ്ട. പുറത്തു പോയി കഴുതേ നോക്ക്.